മകളെക്കുറിച്ചൊരു ഉമ്മയുടെ ഒരു പരാതിയാണ്. അവൾ ചില കാര്യങ്ങൾക്ക് വളരെ ഉഷാറാണ്, വീട് വൃത്തിയാക്കാനൊക്കെ. പക്ഷേ നിസ്കരിക്കാൻ ഒരുപാട് തവണ പറയണം. 10 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ കുട്ടി. കുളിക്കാനും അങ്ങനെ തന്നെ, കുളിക്കാൻ വളരെ മടിയാണ്. 3 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കൂ. ഇസ്ലാമിൽ വൃത്തിയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാര്യമായ മാറ്റമൊന്നുമില്ല. അതിൽ മറ്റൊരു വിഷയം കൂടി, 3-4 വിഷയങ്ങൾ ഒരുമിച്ച് പറയുന്നുണ്ട്, ഒക്കെ ഒരുമിച്ച് പറയാല്ലേ. അവളുടെ ടീച്ചർ ഒരു ബെഞ്ചിൽ കുട്ടികളെ ഒരുമിച്ചിരുത്തിയിരുന്നു, ആണും ഒക്കെ മിക്സ് ചെയ്തിരുത്തിയിരുന്നു. അപ്പോൾ അതിൽ അടുത്തിരുന്ന കുട്ടിയുടെ പേര്, അതിൻ്റെ ആദ്യാക്ഷരം കയ്യിലൊക്കെ എഴുതി വെക്കുന്ന സാഹചര്യം, അവൻ മെസ്സേജ് അയക്കുന്ന സാഹചര്യം, അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ഒക്കെ സാഹചര്യമൊക്കെ കണ്ടു. അവളോട് ദേഷ്യം പിടിച്ചു പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലെന്നറിയാം. ഏത് രീതിയിലാണ് അവളോട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഈ പ്രശ്നമുണ്ട്. വീട്ടിൽ നിന്നും ഷാളൊക്കെ കുത്തിപ്പോകും, സ്കൂളിലെത്തിയാൽ അത് അഴിച്ചിടും. ഉമ്മ കാണുന്നില്ലെങ്കിൽ റബ്ബ് കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. റബ്ബിന് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വീട്ടിൽ പാൻറ്റും ടീഷർട്ടും ഇട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബത്തിലെ മറ്റു കുട്ടികളൊക്കെ അതുണ്ട്. വീട്ടിൽ മറ്റാളുകളൊക്കെ കയറി വരുന്നതല്ലേ. എല്ലാം ദീനിയായി പറഞ്ഞു കൊടുക്കാറുണ്ട്, പക്ഷേ മനസ്സിലായി വരുന്നില്ല. റബ്ബ് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും മറ്റു വീട്ടിലെ തന്നെ സഹോദരന്മാരുമായി എപ്പോഴും അടിപിടിയുമാണ്. എല്ലാത്തിനും കൂടി ഒരു പ്രശ്നം പറഞ്ഞു തരാമോ എന്നാണ്, പരിഹാരം പറഞ്ഞു തരാമോ എന്നാണ്. അതായത് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കുറിച്ച് പറയാവുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ഇതിൽ. നമ്മൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കുട്ടികളോട് ഏറ്റവും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ളത് ആർക്ക് തന്നെയാണ്? ഉമ്മക്ക് തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾക്ക് ദോഷകരമായതൊന്നും നമ്മൾ ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമാണ്. അതല്ലാതെ ഉമ്മ മകളെ ഉപദ്രവിക്കുക, മകൾ ഉമ്മനെ ഉപദ്രവിക്കുക, ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അത് അത്രയും വലിയൊരു ബന്ധമാണ്. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാർക്ക് ഒരു എക്സ്ട്രാ ആങ്സൈറ്റി, ഒരു ആശങ്ക ഉണ്ട്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒരു കാരണം, ഒരു പെൺകുട്ടിയാണ്, അവൾ വഴിതെറ്റിക്കപ്പെടാന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അവൾക്ക് പ്രേമുണ്ടോ, അതിന് ബന്ധമുണ്ടോ, ഫോൺ ചെയ്യുന്നുണ്ടോ, ഈ ഒരു ഏരിയയെക്കുറിച്ച് ഒരു രക്ഷിതാവും പെൺകുട്ടിയുടെ കാര്യത്തിൽ നിർഭയരല്ല. അപ്പോൾ എപ്പോഴും ഒരു സംശയപരമായ നിരീക്ഷണങ്ങൾ, എപ്പോഴും ചോദ്യങ്ങൾ, വിലക്കുകൾ, നിയന്ത്രണങ്ങൾ, ഈ വിഷയത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇങ്ങനെ എനിക്കൊരു അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ഒരിക്കലും ഈ പെൺകുട്ടിക്ക് അറിയില്ല. ഇവളുടെ ജീവിതത്തെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ശല്യപ്പെടുത്തുന്ന ഒരാളായിട്ടാണ് ഉമ്മനെ കാണുന്നത്. ഉമ്മക്ക് ഇതിന് റീസൺ ഉണ്ട്, പക്ഷെ ആ റീസൺ ആർക്കറിയില്ല, കുട്ടികൾക്ക് ഒരിക്കലും അറിയില്ല. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി എപ്പോഴും വിവാഹിതയായി ഭർത്തൃ വീട്ടിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഇവൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോഴുള്ള ഈ മനോഭാവം, ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹമില്ലായ്മ, സമയത്ത് നിസ്കരിക്കാത്തൊരവസ്ഥ, പെരുമാറ്റ തകരാറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ഭാവിയിൽ എൻ്റെ മോൾ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അത് അവളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നതാണ് രണ്ടാമത്തെ ആശങ്ക. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വീട്ടിലെ പണികൾക്കും ജോലികൾക്കും ഒക്കെ എന്ത് ചെയ്യും? നിർബന്ധിക്കും. വരുന്നില്ലെങ്കിൽ അവരെ ആക്ഷേപിക്കും. അപ്പോൾ ഇതും എന്താണ്? വീട്ടിൽ ഇവൾക്കൊരു സ്വസ്ഥത ഇല്ലാതെ ആക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉമ്മക്കിത് പാത്രം കഴിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഉമ്മ തന്നെ ചെയ്യാൻ തരട്ടെ. പക്ഷേ ഇതിലൊന്നും ഇവിടെ സഹകരിച്ചില്ലെങ്കിൽ ഇവൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയി നിൽക്കുക എന്നുള്ളതാണ്. വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അതൊക്കെ റെഡി ആയിക്കോളെന്നാണ് നമ്മൾ പറയാം. മനസ്സിലായി? അതല്ലാതെ ഒരു അമ്മായിമ്മൻ്റെ അടുക്കൽ നിൽക്കുന്ന അതേപോലെ നിന്ന് കാണിച്ച് തന്നാലേ ഇവളൊരു വിവാഹത്തിന് പറ്റൂ എന്ന് എനിക്ക് വിശ്വാസം വരൂ എന്നൊരു ഉമ്മ വിചാരിച്ചാൽ, അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് ഒരു ഉമ്മക്ക് പറ്റിക്കോളുന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ആശങ്കകളിൽ നിന്നുകൊണ്ട് പെരുമാറുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല. വെറുതെ ബേജാറായി ഇടങ്ങറായി അങ്ങനെ ഈ ആശങ്കക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമമില്ലാത്തൊരു കുട്ടിയിൽ ഒരു പ്രേമിക്കുന്ന കുട്ടിയോട് സ്വീകരിക്കുന്ന നിലപാട് ഉമ്മ സ്വീകരിക്കണം, സംശയം കൊണ്ട്. ഇപ്പോൾ മോഷ്ടിക്കാത്ത ഒരാളോട് മോഷ്ടിച്ചവനോടുള്ള നിലപാട് സ്വീകരിച്ചാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ചെയ്യാത്ത തെറ്റുകളിൽ എന്താണ് അവരെ കുറ്റപ്പെടുത്തുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംശയം കൊണ്ട് വരും. ഇപ്പോൾ ഒരു ഭർത്താവിന് സംശയമുള്ള ഭാര്യ എന്ത് ചെയ്യും? അയാളെ പേര് വ്യഭിചാരാരോപണം നടത്തും. ഭാര്യ പേര് സംശയം ഭർത്താവുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ സംശയങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് വഴിവെക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്? കുട്ടികളെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ആലോചിക്കാം. അതുവരെ നമ്മൾ അവർക്കുള്ള അറിവും ഗൈഡൻസും കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഉമ്മ ചോദിച്ച ചോദ്യത്തെ നമുക്ക് കാണാമെന്ന്, ഞാൻ കുറേ ഉപദേശിച്ചു, പടച്ചോൻ കാണില്ലേ എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ്. ഇതൊക്കെ എപ്പോഴാണ് പറയലെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഇവരാകെ ദേഷ്യം പിടിക്കുന്ന സമയത്താണത് പറയൽ. ആ പറച്ചിലുകൊണ്ടൊരു കാര്യമില്ല. എന്ത് ചെയ്യാം? അവർക്ക് നല്ല കമ്പനിയായി നിന്ന്, അവരോട് വളരെ സൗഹൃദത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പം അങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? അതിൽ പല പെൺകുട്ടികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരും, നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളെക്കുറിച്ച് പറയും. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിയായ ഒരു നിലപാട് എന്തായിരിക്കണം, എങ്ങനെ ഉമ്മനോട് പെരുമാറണം, ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാട് എന്താണ്, ഇന്ന് എന്താണ് ആൺ പെൺ ബന്ധം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സംസാരങ്ങൾക്കിടയിലൂടെ
അവരുടെ കൂടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് അവർക്കൊരു ബോധവൽക്കരണമായി വരുള്ളൂ. ഇപ്പോൾ ഇതിലൊക്കെ ഉമ്മൻ്റെ ശ്രദ്ധ വേണം. അതായത് ആൺ പെൺ മിക്സിങ് സ്കൂളിലുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ഈ തെർബിയത്തിൽ അവിടെ വീട്ടിലുള്ള പെരുമാറ്റങ്ങൾ, മര്യാദകൾ, ഇതിലെല്ലാം എന്താണ് ഒരു അച്ചടക്കം വരേണ്ടതുണ്ട്. പക്ഷേ 10 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആവില്ലല്ലോ. പ്രായവും സമയമൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് വേണം പറയാൻ. നമ്മുടെ കുട്ടികൾ നല്ലവരാണ്, അവർക്ക് നല്ല അവസരവും അവർക്ക് നല്ല സ്വാതന്ത്ര്യമൊക്കെ കൊടുത്താൽ, നമ്മൾ അവരെ കൂടെ നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയ്ക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഈ ഇതിൽ പറഞ്ഞൊരു വിഷയം 3 ദിവസം കൂടുമ്പോഴേ കുളിക്കാൻ പറഞ്ഞാലും അതൊക്കെ ശീലത്തിന്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. അതായത് ചെറുപ്പത്തിൽ അങ്ങനെ കുളിച്ചു വന്നൊരു കുട്ടി പിന്നെ ആ കുളി നിർത്തൂല. ഈ കുളിക്കുക, പല്ല് തേക്കുക, ഇതൊക്കെ നമ്മളുടെ ശീലങ്ങളാണ്. ശീലങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്നും ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ജോലി വന്ന് കുളിക്കാനൊരു മടി ഉണ്ട് വിചാരിക്കും. നിങ്ങൾ കുളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥനായിരിക്കും. എന്താണ് ആ കുളിക്കാത്തതിൻ്റെ ഒരു എല്ലാം കുളിക്കാത്തത് കൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് തോന്നുക. അതുകൊണ്ട് കുളി ശീലമുള്ള ഒരാളത് നിർത്തൂല. പക്ഷേ എന്തായാലും ഒരു ചിട്ടയോടുകൂടി ഒരു സമയത്ത് കുളിപ്പിക്കുന്ന ഒരു രൂപം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ കുളിക്കണം, അല്ലെങ്കിൽ സ്കൂൾക്ക് പോകുമ്പോൾ കുളിക്കണം, സ്കൂൾ ഇല്ലെങ്കിലും രാവിലെ 8 മണിക്ക് കുളിക്കണം. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ശീലങ്ങളാണ്. ആ ശീലം ഭക്ഷണം കഴിക്കുന്ന ടൈം ഉണ്ടാവും, ആ സമയത്ത് നമുക്ക് വിശക്കും. ഇപ്പോൾ നിങ്ങൾ ഇന്ന് 1 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ സമയത്ത് നിങ്ങൾക്ക് വിശപ്പ് വരും. അത് നിങ്ങളുടെ ശീലം. അതൊക്കെ നമ്മുടെ ഒരു പിന്നെ ശരീരത്തിൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് വരുന്ന അതിൻ്റെ ഒരു ബയോളജിക്കലായിട്ടൊരു ക്ലോക്ക് ഉണ്ടല്ലോ നമ്മളെല്ലാത്തിനും. അത് ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശീലങ്ങളൊക്കെ അതിൻ്റെ സമയത്തിന് എന്ത് ചെയ്യും, പാലിക്കപ്പെടും. അപ്പോൾ ഇതിലൊക്കെ ആ ശീലത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ലൊരു സമയത്ത് നമ്മളെല്ലാം ചിട്ടയോടുകൂടെ കാണിച്ചു കൊടുത്താൽ അതങ്ങനെ ജീവിതകാലം മുഴുവൻ തുടരും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.